Good evening, all of you, and welcome to the world of statistics. Today, we are discussing some MCQs related to the topic statistical inference. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ കോൺസെപ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഒരു പടി മുകളിൽ തിയറി വേണം. അതായത് ഇൻവെസ്റ്റിഗേറ്ററിന് നമ്മൾ നോക്കിയ എല്ലാ സംഭവങ്ങളും വേണം. പിന്നെ 1, 2, 3 കാര്യങ്ങൾ എക്സ്ട്രാ വേണം. അത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ we move on to the questions. First question, Rao-Blackwell theorem enables us to obtain minimum variance unbiased estimator through 4 options ഉണ്ട്. Use statistic, complete statistic, efficient statistic and sufficient statistic. അപ്പോൾ ഇത് പറയണമെങ്കിൽ നമ്മൾ ഈ റാവു-ബ്ലാക്ക്വെൽ തിയറം എന്താണെന്ന് അറിയണം. ആക്ച്വലി റാവു-ബ്ലാക്ക്വെൽ തിയറം പറയുന്നത് റാവു-ബ്ലാക്ക്വെൽ തിയറം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് to obtain the MVU estimators through sufficient statistic. Sufficient statisticയിലൂടെ ഒരു MVUE ഒബ്റ്റെയിൻ ചെയ്യുക. ഇതാണ് റാവു-ബ്ലാക്ക്വെൽ തിയറം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രീ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ് അതിനുണ്ട്. നമുക്ക് വേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാണ്. Rao-Blackwell theorem enables us to obtain the MVUE through sufficient statistic. Sufficient statisticയിലൂടെ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റാവു-ബ്ലാക്ക്വെൽ തിയറത്തിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ജി ഓഫ് തീറ്റ ആണെന്ന് വിചാരിക്കാം. ഒരു പാരാമീറ്ററിന്റെ അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിന്റെ ഫംഗ്ഷന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് സേ യു. Okay, U is an unbiased estimator of G of theta. T is a sufficient statistic. T ഒരു sufficient statistic ആണ്. Okay, of G of theta. Then phi of T is equal to expectation of U given T is equal to small t is independent of theta and variance of phi of t is also less than or equal to variance of u. ഈ phi of t എന്ന് പറയുന്നത് ഒരു മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നാണ് പറയുന്നത്. എങ്ങനെ? അത് ഓൾറെഡി അൺബയാസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ബിക്കോസ് നമ്മൾ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റിനെ നമ്മുടെ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് കണ്ടീഷൻ ചെയ്യാണ് ചെയ്യുന്നത്. So that is again unbiased also. Phi of t unbiased കൂടിയാണ്. Okay. പിന്നെ phi of t യുടെ വേരിയബിലിറ്റി ബാക്കിയുള്ളതിനേക്കാളൊക്കെ കുറവുമാണ്. സോ മിനിമം വേരിയൻസും ആണ്. സോ phi of t എന്താണ്? ഒരു മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ടുള്ള യുവിനെ സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് കണ്ടീഷൻ ചെയ്തു. അതാണ് റാവു-ബ്ലാക്ക്വെൽ തിയറം പറയുന്നത്. അപ്പൊ ഒരു സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് റാവു-ബ്ലാക്ക്വെൽ തിയറം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Consider the following statements. If T is an unbiased estimator of theta, it need not be consistent. Second statement, if T is a consistent estimator of theta, it will also be an unbiased estimator of theta. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ എങ്ങനെയാ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് if T is unbiased estimator of theta, it need not be consistent.
രണ്ടാമത്തേതില് if t is consistent estimator of theta, then it also be unbiased. ഇത് രണ്ടിൽ ഏതാണ് ശരി? നമുക്ക് ആദ്യം കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ ഒന്ന് പറയാം. കൺസിസ്റ്റന്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി, ഒരു പാരാമീറ്റർ തീറ്റയ്ക്ക് കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പറയാറുണ്ടല്ലോ. എന്തായിരുന്നു അത്? എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ or tends to theta as n tends to infinity, and variance of t tends to 0 as n turns to infinity. ഇതാണ് ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് ഓർ ആൻ എസ്റ്റിമേറ്റർ കൺസിസ്റ്റന്റ് ഫോർ തീറ്റ ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് if t is an unbiased estimator of theta, it need not be consistent. അത് കൺസിസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ശരിയാണ്. if t is unbiased, t unbiased ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ? ഒന്നുകിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഡയറക്റ്റ് തീറ്റ കിട്ടും, അല്ലെങ്കിൽ ടെൻസ് ടു തീറ്റ ആസ് n tends to infinity കിട്ടും. എന്ന് വെച്ച് സെക്കൻഡ് കണ്ടീഷൻ എപ്പോഴും ഓക്കെ ആവണമെന്നില്ല. സോ ഇറ്റ്സ് നീഡ് നോട്ട് ബി കൺസിസ്റ്റന്റ്. അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും സെക്കൻഡ് കണ്ടീഷൻ ഓക്കെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇറ്റ് നീഡ് നോട്ട് ബി കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ. അപ്പൊ ടി ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി കൺസിസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഇഫ് ടി ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ, ഇറ്റ് ഓൾസോ ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ടി ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ കമ്പൽസറി ആയിട്ടും അത് അൺബയസ്ഡ് ആയിരിക്കും. അതിനൊരു കൗണ്ടർ പറയട്ടെ. ഒരു കൗണ്ടർ പറഞ്ഞാൽ അതിന്റെ കൺഫ്യൂഷൻ അങ്ങ് തീരും. അതായത് നമുക്കറിയാം എസ് സ്ക്വയർ ഇസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ, ബട്ട് ഇറ്റ് cannot be unbiased because expectation of s square not equal to sigma square. So there is a counter also. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും കറക്റ്റ് ആവില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ ആൻസർ എന്ത് വരും? 1 only. 1 only. ഓക്കെ, അൺബയസ്ഡ് ആയാൽ കൺസിസ്റ്റന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആണെന്ന് കരുതി അൺബയസ്ഡ് ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ആ പോയിന്റ് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. If T1 and T2 are most efficient estimators with the same variance a square and the correlation between them is rho, then the variance of T1 plus T2 by 2 ആണ് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളതും ചോദിക്കാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് T1 ഉം T2 മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് അവരുടെ വേരിയൻസുകൾ തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു എ സ്ക്വയർ ആൻഡ് ഓൾസോ വേരിയൻസ് ഓഫ് T2 ബി ഈക്വൽ ടു എ സ്ക്വയർ ആൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ദം ഈസ് റോ. ദെൻ നമുക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് T1 പ്ലസ് T2 ബൈ 2 ആണ്. അതിന്റെ ഇക്വേഷൻ എന്താ? വേരിയബിലിറ്റിക്ക് അകത്ത് എന്ത് കോൺസ്റ്റന്റ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വിതൗട്ട് എനി ഡൗട്ട് സ്ക്വയർ ആക്കി പുറത്തെടുക്കാം. സോ 1/4. ബാക്കി എന്ത് വരും? വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 പ്ലസ് 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് T1 T2. ഈ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ വേറെ ഏതോ ഒരു പ്രോബ്ലത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ MCQs ഡിസ്കസ് ചെയ്തിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇക്വേഷനെ പറ്റി. വേരിയൻസ് ഓഫ് T1 പ്ലസ് T2 ബൈ 2 എന്നുള്ളത് ഒരു ഇക്വേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കൊവേരിയൻസ് ഇല്ല, പക്ഷെ റോ ഉണ്ട്. അതിനകത്തുനിന്ന് കൊവേരിയൻസ് കണ്ടുപിടിക്കാലോ. എങ്ങനെയാ? റോ എന്ന് പറയുന്നത് കൊവേരിയൻസ് ഓഫ് T1 T2 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് T1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് T2 ആണ്. കൊവേരിയൻസ് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. മറ്റേതെന്താ? എസ് ഇൻറ്റു എസ്. സോ കൊവേരിയൻസിനെ എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ ഇൻറ്റു റോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. 1/4 ഇൻറ്റു
variance of t1 a square plus variance of t2 a square plus 2 into rho into a square. Simple അല്ലേ? അതായത് 2a square plus 2 rho a square by 4. ഒരു 2ഉം 2ഉം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു a square കോമൺ ആയിട്ട് എടുക്കാം by 2. So the answer is a square into 1 plus rho by 2. Simple അല്ലേ? So answer എന്ത് വരും? Option D. 1 plus rho into a square by 2. Option D. Okay. Next question. A random sample of size n is taken from f of x given theta is equal to e raised to minus of x minus theta, x greater than theta and also theta less than x less than infinity. Then which of the following statement is or are true? x1 is sufficient for theta, x1 is consistent for theta. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് പറയാം. ഒന്നുകിൽ ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം ചെയ്ത് പഠിക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് തീറ്റ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷന്റെയും ഫോമിലല്ല. സോ ഒബ്വിയസ്ലി ഇതേപോലെ ഒരെണ്ണം മാറ്റി തന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പൊ ഒരെണ്ണം ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ സഫിഷ്യൻസിയുടെ കേസിൽ എപ്പോഴും ചെയ്ത് നോക്കണം എന്നില്ല. കാരണം സഫിഷ്യൻസിയുടെ കേസിൽ വരുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ തീറ്റ 1 തീറ്റ 2 ഇങ്ങനെ വരുമ്പോ എപ്പോഴും തീറ്റ 1നോട് ചേർന്ന് x1ഉം തീറ്റ 2നോട് ചേർന്ന് x2ഉം ആണ്. സോ ദേ ആർ എനി ടൈം സഫീഷ്യന്റ് ആണ്. അപ്പൊ ആ റിസൾട്ട് വേണമെങ്കിൽ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ അത് തീറ്റ സപ്പോർട്ടിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ഏതൊരു ഡിസ്ട്രിബ്യൂഷനും നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇവിടെ തീറ്റ സപ്പോർട്ടിൽ വരുന്നുണ്ട്, തീറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ തീറ്റ. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഇൻഫിനിറ്റി. സോ തീറ്റയോട് ചേർന്ന് വരുന്നത് x1. അപ്പൊ x1 സഫീഷ്യന്റ് ആണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അതായത് എക്സിന്റെ റേഞ്ച് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ കൺസിസ്റ്റൻസിയുടെ കേസിൽ നമ്മൾ ചെയ്ത് നോക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് തീറ്റ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ തീറ്റ ഓൾസോ. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യാം? ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്, y is equal to x minus theta. അപ്പൊ എനിക്ക് f of x given theta എങ്ങനെ എഴുതാം? e raised to minus y. ഓക്കെ, x greater than theta ആണെങ്കിൽ x minus theta greater than 0 ആയിരിക്കില്ലേ? ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ. സോ y is greater than 0 also. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഫോമിലായി. ഏതായത് 1 e raised to minus 1y. That is exponential distribution with the parameter 1. Exponential distribution with the parameter 1ന്റെ മീനും വേരിയൻസും എന്തായിരിക്കും? 1 ആയിരിക്കും. 1 by theta 1 by theta square. So expectation of എന്താ? ഇത് ഇനി പിന്നെ f of x given theta എന്നല്ല, f of y given theta. ഇപ്പൊ നമ്മൾ y യുടെ ഡിസ്ട്രിബ്യൂഷൻ y വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇൻ ടേംസ് ഓഫ് y യിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് y എന്താ? 1. വേരിയൻസ് ഓഫ് y എന്താ? 1. That implies expectation of x minus theta എന്താ? 1. അതായത് yക്ക് പകരം x minus theta കൊടുത്തു, ബിക്കോസ് നമ്മൾ അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Which implies expectation of x equal to 1 plus theta. അതെങ്ങനെ വന്നു? ഈ തീറ്റ അപ്പുറത്ത് കൊണ്ടുപോയി, ബിക്കോസ് എക്സ്പെക്ടേഷൻ അകത്തുനിന്ന് കോൺസ്റ്റന്റ് പുറത്തെടുക്കാലോ. അതേപോലെ വേരിയൻസിന്റെ കേസ്, വേരിയൻസ് ഓഫ് എക്സ് മൈനസ് തീറ്റ ഈക്വൽ ടു 1 ഇംപ്ലൈസ് വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഓൾസോ 1. കാരണം വേരിയൻസിന് പുറത്തായിട്ട് ഒരു കോൺസ്റ്റന്റ് എടുത്താൽ അത് മൾട്ടിപ്ലൈഡ് അല്ലാതെ മൈനസോ ഐ മീൻ സബ്ട്രാക്ഷനോ അഡിഷനോ ആണെങ്കിൽ
പുറത്തെടുക്കുമ്പോൾ കോൺസ്റ്റന്റിന്റെ വേരിയബിലിറ്റി 0 ആയിട്ട് വരും. അപ്പോൾ 1. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. നമുക്ക് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ x1 ആണോ, അതായത് മിനിമം ഓഫ് x1 x2 എക്സെട്ര xn ആണോ എന്നാണ് നോക്കണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, y1 കൺസിഡർ ചെയ്യാണ്, അതായത് x1 മൈനസ് തീറ്റ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് y1 എന്താണ്? ഇപ്പൊ നമ്മുടെ y ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഫോമിലുള്ള ഒരു മിനിമം വാല്യൂന്റെ, മിനിമം ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ, ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ എക്സ്പെക്ടേഷൻ 1/n ആണ്. അത് പഠിച്ചു വെച്ചോ. അപ്പൊ 1-2 എണ്ണത്തിന്റെ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെയും nth ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെയും മീനും വേരിയൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് y1 പകരം x1 മൈനസ് തീറ്റ എന്ന് കൊടുത്തു, ഇസ് ഈക്വൽ ടു 1/n. കാര്യം ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നേരത്തെ പോലെ തന്നെ തീറ്റ അപ്പുറത്ത് കൊടുത്തു. അപ്പൊ എന്തോരും, എക്സ്പെക്ടേഷൻ ഓഫ് x1 is equal to 1/n പ്ലസ് തീറ്റ. ഇതേപോലെ വേരിയൻസ് എടുത്തേ. ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വേരിയൻസ് എന്താ, 1/n സ്ക്വയർ. That implies variance of x1 minus theta, which is equal to 1/n square. That is variance of x1 is equal to 1/n square. ഇത് എന്തിനാ ഈ മീനും വേരിയൻസും എഴുതിയേ? നമുക്ക് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണോ എന്നാണ് നോക്കണ്ടേ. അതിനൊരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ, മീൻ ടെൻസ് ടു തീറ്റ ഓർ ഒന്നുകിൽ ഈക്വൽ ടു തീറ്റ ആവണം, അല്ലെങ്കിൽ ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നോക്ക്, n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ തീറ്റ ആവോ? ഒബ്വിയസ്ലി ആവും. ബിക്കോസ് n ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ 0 വരും. അപ്പൊ ടെൻസ് ടു തീറ്റ ആയി. ഇനി വേരിയൻസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി വരണം. n ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/0 വരും. അപ്പോ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് രണ്ടും ഹോൾഡ് ചെയ്തു x1 ന്. അപ്പൊ എന്ത് പറയാം, x1 is a consistent estimator of theta എന്ന് പറയാം. ഇതാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ് കാണുന്നവർക്ക് ഇത് എന്താ ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഇത് 1-2 എണ്ണം ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. എന്താ ചെയ്യേണ്ടതിന്, ഇങ്ങനെ പാരാമീറ്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റേഞ്ച് വരുമ്പോ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് അതിന്റെ ഏത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിനാണോ ചോദിച്ചിരിക്കുന്നത് അതിന് എഴുതി കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. സോ ഇവിടെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ 1 and 2. Okay, 1 and 2. Fifth question. Formula for 95% confidence limits for the variance of population when mu is unknown. mu unknown ആവുന്ന സമയത്ത് ഇതിൽ ഏതാണ് കോൺഫിഡൻസ് ഇന്റർവെൽ ആയിട്ട് വരുന്നത്? ഇത് വളരെ സിമ്പിളാ. ഇതും ഈ പറഞ്ഞ പോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ എ വരും. വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ശരിക്കും ബൈ ഹാർട്ടിന്റെ ആവശ്യമുള്ളൂ, എന്നാലും ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ആ ഓപ്ഷൻ എ എങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളവർക്കാണെങ്കിൽ പറയാം. നമ്മൾ എങ്ങനെയാ ഇത് ചെയ്യുക? സാധാരണ സിഗ്മ സ്ക്വയറിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഫോർമുല ഫോർ 95% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് സിഗ്മ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്, വേരിയൻസ് ഓഫ് പോപ്പുലേഷൻ. മ്യൂ അൺനോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ അത് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് chi square n minus 1, 1 minus alpha by 2 less than or equal to chi square less than or equal to chi square n minus 1 alpha by 2 is equal to 0.95. ശരിയല്ലേ? ഇതാണ് ഇതിന്റെ ബേസിക് പ്രോബബിലിറ്റി. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് chi square n minus 1 minus alpha by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന chi സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? നമുക്ക് സിഗ്മ സ്ക്വയറിന്റെ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0.95 ഡിഫറൻസ് വരുന്ന രീതിയിൽ ഒരു 1 മൈനസ് ആൽഫ ബൈ 2 ആൽഫ ബൈ 2 ചൂസ് ചെയ്യണം.
അപ്പൊ എങ്ങനെയായിരുന്നു? chi square n minus 1 0.975 less than or equal to n square by sigma square less than or equal to chi square n minus 1 0.025. നോക്ക്, ഇപ്പൊ ഡിഫറൻസ് 0.95 ആയില്ലേ? 0.975 മൈനസ് 0.025. പക്ഷേ നമുക്ക് സിഗ്മ സ്ക്വയറിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ മതി, അതായത് സെന്ററിൽ സിഗ്മ സ്ക്വയർ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് റെസിപ്രോക്കൽ എടുക്കുക. സോ പ്രോബബിലിറ്റി ഓഫ് 1 by chi square n minus 1 0.975 greater than or equal to, because reciprocal എടുക്കുമ്പോൾ ഇൻവേഴ്സ് ആവും, സിഗ്മ സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു chi square n minus 1 0.025 1 by ഉണ്ട് ഈക്വൽ ടു 0.95. ഇനിയിപ്പോ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻ സ്ക്വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ബിക്കോസ് നമുക്ക് സെന്ററിൽ സിഗ്മ സ്ക്വയർ മാത്രം മതി. അപ്പോൾ എൻ സ്ക്വയർ ന്യൂമറേറ്ററിൽ വരും. പിന്നെ ഇൻഇക്വാലിറ്റി ഒന്ന് ക്ലിയർ ആക്കി എഴുതുമ്പോൾ തിരിഞ്ഞു വരും. അപ്പൊ 0.025 ആണ് ആദ്യം വരിക. 0.025 ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലും മതി. 0.95 ആണ് സാധാരണ നോർമലി ചോദിക്കാറുള്ളത്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വന്നാലും ചെറുതായിരിക്കും മിക്കവാറും ആദ്യം വരിക, അത് ഓർത്താലും മതി. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ. Then the maximal likelihood estimators are necessarily unbiased, sufficient, most efficient, unique. നമ്മൾ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്, MLEs are need not be unique. MLEs unique അല്ല. And need not be unbiased. Unbiased ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ മോസ്റ്റ് എഫിഷ്യൻസി അത് നമ്മൾ എപ്പോഴും പറയാറില്ല, ഇത് അസിംപ്റ്റോട്ടിക്കലി ഒക്കെ പറയാറുള്ളൂ. സോ ആൻസർ എന്താണ് വരിക? അപ്പോ ഇപ്പൊ തന്നെ ഊഹിക്കാലോ. സോ ദ ആൻസർ ഇസ് സഫിഷ്യന്റ്. ബി സഫിഷ്യന്റ്. ഇത് ഒരുപാട് ഇന്റർവ്യൂസിനും ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. കാര്യം MLE ഒരുവിധപ്പെട്ടതൊന്നും ആകാത്തത് കൊണ്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അത് ഓർത്തു വയ്ക്കാം. And the last question is, suppose x1, x2, etc. xn is a random sample from the population and music mass square. Consider two estimators, sample mean and sample median. Sample meanum sample medianum consider for mean of the population. Then the efficiency of sample median with respect to sample mean ആണ് ചോദ്യം. Efficiency of T1 with respect to T2. Variance of T2 by variance of T1. ഇവിടെ സാമ്പിൾ മീഡിയൻ വിത്ത് റെസ്പെക്ട് ടു സാമ്പിൾ മീൻ. സോ വേരിയൻസ് ഓഫ് എക്സ് ബാർ ബൈ വേരിയൻസ് ഓഫ് എക്സ് എം. വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞു വരുന്നതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഇനി ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ASRB നെറ്റ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ASRB നെറ്റ് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ, വേരിയൻസ് ഓഫ് സാമ്പിൾ മീഡിയൻ എന്ന് പറയുന്നത് പൈ ബൈ 2 സിഗ്മ സ്ക്വയർ ബൈ എൻ. സോ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 2 ബൈ പൈ ആണ് ആൻസർ വരിക. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ബൈ പൈ. 2 ബൈ പൈ. അപ്പൊ ആൻസർ എന്ത് വരും? 2 ബൈ പൈ. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാമെന്ന് നമ്മൾ എടുത്തത്. അപ്പൊ ഇത്രയും നോക്കുക. ഇപ്പൊ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ASRBക്ക് നമുക്ക് വേണ്ടതെന്ന്. ഓക്കെ, സോ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചെയ്യാം. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.